ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ബംഗ്ലാദേശിനെതിരെ ആദ്യ ദിനങ്ങളിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ മെരുക്കിയിരിക്കുകയാണ്. രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 308 റൺസിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ അവരുടെ മണ്ണിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ചരിത്രവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് വന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ കളികൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യ ദിനം തുടക്കത്തിൽ വിക്കറ്റ് വീണെങ്കിലും വലിയ തകർച്ചയിലേക്ക് പോയ ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് അശ്വിൻ്റെയും ജഡേജയുടെയും ഇന്നിങ്സാണ്. ബോളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ അശ്വിന് കഴിയും. ബോളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും ഇത് റെക്കോർഡാണ്. അശ്വിൻ്റെ തകർപ്പൻ സെഞ്ചുറിയോടെ ടെസ്റ്റിൽ 20 തവണ 50-ലധികം റൺസും 30 തവണ 5 വിക്കറ്റ് പ്രകടനവും നടത്തിയിട്ടുള്ള ഏകതാരമെന്ന ബഹുമതിയാണ് അശ്വിനെ തേടിയെത്തിയത്. 36 തവണയാണ് 5 വിക്കറ്റ് പ്രകടനം താരം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഈ സെഞ്ചുറി താരത്തിൻ്റെ 6ാം ടെസ്റ്റ് സെഞ്ചുറിയാണ്. അശ്വിൻ്റെയും ജഡേജയുടെയും പ്രകടനമാണ് ഇന്ത്യയെ 376 റൺസിലെത്തിച്ചത്. ബംഗ്ലാദേശിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് വെറും 149 റൺസിലൊതുങ്ങി. 32 റൺസെടുത്ത ഷക്കീബുൽ ഹസൻ മാത്രമാണ് ടോപ്പ് സ്കോറായത്. വീരവാദം മുഴക്കിയ ആരും തന്നെ മികച്ച പ്രകടനം നടത്തിയില്ല. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 4 വിക്കറ്റും മുഹമ്മദ് സിറാജും ആകാശ് ദീപും രവീന്ദ്ര ജഡേജയും എല്ലാം 2 വിക്കറ്റ് വീതം നേടി. ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിൻ്റെ മീഡിയം പേസർ ഹസൻ മുഹമ്മദ് 5 വിക്കറ്റ് നേടി. കൂടാതെ ടസ്കിൻ അഹമ്മദും 3 വിക്കറ്റും നേടി. 308 റൺസിൻ്റെ ലീഡ് നിലവിലുള്ള ഇന്ത്യ മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്തി ഡിക്ലെയർ ചെയ്യാനാണ് സാധ്യത. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.